എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് റവ വെച്ച് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റിൻ്റെ റെസിപ്പി നോക്കാം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി ഗുലാബ് ജാമിൻ്റെ റെസിപ്പിയാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ചിട്ടുള്ള ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമിനാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് 2 കപ്പ് പഞ്ചസാരയിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഒരുപാടങ്ങ് ഒരു നൂൽപ്പരുവൊന്നും ആക്കണ്ട, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതിയാകും. അതുപോലെ നമ്മൾ ഈ ഷുഗർ സിറപ്പ് തയ്യാറാക്കി എടുക്കുമ്പോൾ അതിലേക്ക് കുറച്ച് ഏലക്കയും ഒക്കെ ഇട്ട് നല്ലൊരു ഫ്ലേവറുള്ളൊരു ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതാണ് ഗുലാബ് ജാമിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഷുഗറൊക്കെ നന്നായിട്ട് അലിഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് 2 ഏലക്ക ഇട്ട് കൊടുക്കാം. ഏലക്ക എന്ന് പറയുമ്പോൾ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫ്ലേവറൊക്കെ ഇറങ്ങിക്കിട്ടും. അതല്ല നിങ്ങളുടെ കയ്യിൽ ഏലക്ക പൊടിയാണെന്നുണ്ടെങ്കിൽ പൊടി ചേർത്ത് കൊടുത്താലും മതി. നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 3 തുള്ളി റോസ് എസൻസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗുലാബ് എന്ന് പറയുന്ന പേരിൽ തന്നെയുണ്ട്, അതിലൊരു റോസിൻ്റെ ഒരു ഫ്ലേവറുള്ള സ്വീറ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോസ് എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. റോസ് എസൻസിന് പകരം നിങ്ങൾക്ക് റോസ് വാട്ടറും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഷുഗർ സിറപ്പൊക്കെ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് കട്ട കെട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഷുഗർ സിറപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് ഒരു നൂൽപ്പരൊന്നും ആകണ്ട, ഒന്ന് നന്നായിട്ട് തിളച്ച് കുറുകി വന്നാൽ മതി. നമുക്കിനി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള റവ എങ്ങനെയാണ് ശരിയാക്കി എടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. നെയ്യ്ക്ക് പകരം നിങ്ങൾക്ക് ബട്ടറും എടുക്കാവുന്നതാണ്. നെയ്യൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മൾ 1 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. റവ വറുത്തതാണെങ്കിലും വറുക്കാത്തതാണെങ്കിലും ഒന്നുകൂടെ ഒന്ന് വറുത്തെടുക്കണം. ചെറിയ തരികളുള്ള റവയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ തരികളുള്ളതോ വലിയ തരിയാണെങ്കിലോ എടുക്കാം, കുഴപ്പമില്ല. ഇത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലൊരു റോസ്റ്റ് ചെയ്ത് നല്ലൊരു മണമൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1.5 കപ്പ് പാലെന്ന് പറയുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളത്, വെള്ളമൊന്നും ചേർക്കാത്തത്. തണുത്തതോ തിളപ്പിച്ചതോ തിളപ്പിക്കാത്തതോ ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എന്തായാലും ഇത് കുറുക്കിയാണ് എടുക്കുന്നത്. പാൽ കൂടെ ഒഴിച്ചിട്ട് ഈ റവ നന്നായിട്ട് കട്ടയില്ലാതെ ഒന്ന് കുറുക്കിയെടുക്കണം. നമ്മൾ കേസരിയൊക്കെ തയ്യാറാക്കുന്ന പോലെ തന്നെ. ഇനി റവ നന്നായിട്ട് കുറുകി നല്ല ബോൾ പോലെ ആകും. അതുവരെ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയ തീയിലിട്ട് അടിയിൽ പിടിക്കാതെ ഇതുപോലെ നമ്മളിപ്പം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് അടച്ച് തീയിൽ നിന്ന് മാറ്റിയിട്ട് ഒന്ന് അടച്ചു വെക്കണം. അപ്പോൾ ഈ റവ ഒന്നുകൂടെ നന്നായിട്ട് ഇരുന്ന് വെന്ത് കിട്ടും. അപ്പോൾ നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് മാറ്റി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഈ റവ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ കുറച്ചൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ടിട്ട് നമുക്കൊരു തവി വെച്ചിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അടർത്തിയിട്ട് കൊടുക്കുക, അതിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് പാൽപ്പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. പാൽപ്പൊടിയും അതുപോലെ തന്നെ 2 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് വേണം ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. പാൽപ്പൊടി 3-4 ടേബിൾ സ്പൂൺ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു പാലിൻ്റെ ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പാൽപ്പൊടി ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളൊരു 2 നുള്ള് ബേക്കിംഗ് സോഡ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളിനി ഇത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കുഴയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ഹാർഡായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ 2-3 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇത് കുറച്ച് ഹാർഡായിട്ട് തോന്നും, പക്ഷെ നമ്മളിത് നന്നായിട്ട് കുഴച്ച് വരുമ്പോഴത്തേക്ക് നല്ല സോഫ്റ്റ് ആകും. പാല് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ല സോഫ്റ്റായിട്ട് പഞ്ഞു പോലെ ആകും. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ നല്ല സോഫ്റ്റായിട്ട് ഇത് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2ആയിട്ടൊന്ന് ഭാഗിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ 2ആയിട്ട് ഇത് മുറിക്കുമ്പോൾ ഒരെണ്ണം വലുതും ഒരെണ്ണം ചെറുതുമായിട്ട് എടുക്കുക. കാരണം നമ്മളിതിൻ്റെ ഉള്ളിൽ വെക്കുന്ന ഫില്ലിങ് ചെറുതായിട്ടും അതുപോലെ തന്നെ പുറമേ ഉള്ളത് കുറച്ച് വലുതായിട്ടുമാണ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മളിതുപോലെ അളവിൽ 2 ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചെറിയ ഉരുളയിൽ കുറച്ച് സാധനങ്ങളൂടെ ചേർത്തിട്ടാണ് നമ്മൾ ഫില്ലിങ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് മാറ്റി വെക്കാം. നമുക്കിനി ചെറിയ ഉരുളയിലേക്ക് കുറച്ച് സാധനങ്ങളൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഒരു സ്റ്റഫ്ഡ് ആയിട്ടുള്ള ഗുലാബ് ജാമുനാണ്. അപ്പോൾ അകത്ത് ആ ഒരു സ്റ്റഫിങ്ങിന് കുറച്ചൊരു പ്രത്യേകത വേണം. അപ്പോൾ അതിന് നമ്മൾ ഇതിൽ കുറച്ച് നട്ട്സിൻ്റെ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. നട്ട്സ് പൗഡർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ബദാം, അണ്ടിപ്പരിപ്പ്, പിസ്ത അതൊക്കെ ഒന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് ബദാം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. പൗഡർ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ബദാം പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആ ഒരു ഫില്ലിംഗ് ഒന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 1 നുള്ള് കളറും കൂടി ഇട്ട് കൊടുക്കാം. കളർ എന്ന് പറയുമ്പം ഓറഞ്ച് ഫുഡ് കളറോ അല്ലാന്നുണ്ടെങ്കിൽ യെല്ലോ ഫുഡ് കളറോ 1 നുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ആ ഒരു ഫില്ലിംഗ് നമുക്കൊന്ന് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. കളർ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പാലും കൂടെ ഒഴിച്ചിട്ട് നല്ല സ്മൂത്തായിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. കൈവച്ചിട്ട് ആ ഒരു കളറ് അതുപോലെ തന്നെ ബദാം പൗഡർ എല്ലാ ഭാഗത്തേക്കും വരുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം.
ഇതോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ഏലക്ക പൊടി കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇനി നമുക്കിത് എങ്ങനെയാണ് സ്റ്റഫ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം മാറ്റി വെച്ച ആ ഉരുളയിൽ നിന്നും ഒരു ചെറുനാരങ്ങ വലുപ്പത്തിലുള്ള ഒരു ഉരുള എടുക്കുക. അത് നന്നായിട്ട് സ്മൂത്തായിട്ട് ഉരുട്ടിയതിന് ശേഷം നമുക്കൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ കൈവച്ചിട്ട് തന്നെ ഇതുപോലെ നന്നായിട്ട് സ്മൂത്തായിട്ടൊന്ന് ഉരുട്ടുക. അതിനുശേഷം നമ്മുടെ കൈവെള്ളയിൽ വെച്ച് തന്നെ അതൊന്ന് പരത്തുക. ഇതുപോലെ നല്ല സ്മൂത്താക്കി എടുക്കണം. അപ്പോഴാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. നമ്മുടെ കൈവെള്ള കൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. ഇനി ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ ഫില്ലിങ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് തയ്യാറാക്കിയ ഉരുളയിൽ നിന്നും ഒരു ചെറിയ ഉരുള എടുക്കുക. നമ്മൾ ഈ എടുത്ത ഉരുളയിനെക്കാട്ടിലും കുറച്ചുകൂടെ ചെറിയ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഉരുള എടുക്കുക. അപ്പോഴാണ് ഈ ഫില്ലിങ് കറക്റ്റായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഫിറ്റ് ആവുക. അപ്പോൾ ഒരു നെല്ലിക്ക വലുപ്പത്തിലെടുത്താൽ മതിയാകും. അപ്പോൾ അതും കൈവച്ചിട്ട് നന്നായിട്ട് ഉരുട്ടി ഒന്ന് സ്മൂത്ത് പോലെ ആക്കിയതിന് ശേഷം ഒരു ഓവൽ ഷേപ്പിലാക്കുക. കൈവച്ചിട്ട് തന്നെ ഇതുപോലെ ഒന്ന് ഓവൽ ഷേപ്പിലാക്കുക. ഈ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിലാക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഓവൽ ഷേപ്പിലാക്കാം. നമ്മളിവിടെ ഓവൽ ഷേപ്പിലാണ് ഇത് എടുക്കുന്നത്. അതിൻ്റെ ഉള്ളിലായിട്ട് വെച്ചിട്ട് 4 സൈഡിൽ നിന്ന് ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം വീണ്ടും കൈവെള്ളയിലിട്ട് നന്നായിട്ട് സ്മൂത്താക്കി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇതുപോലെ നമ്മൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉരുട്ടുന്നത് ഒന്ന് കവർ ചെയ്ത് വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഡ്രൈ ആയി പോയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ക്രാക്ക് വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാം നമ്മളിതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് തീ കൂട്ടിയിട്ടിട്ടല്ല, ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് എല്ലാ സൈഡും ഒരേപോലെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറാകുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കളറിൽ ഇത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡാർക്കായിട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ ഡാർക്കായിട്ട് നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാമെന്നാണ്. നമ്മളിപ്പോൾ ഈ ഒരു കളറിലാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്കിനി കോരിയതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഷുഗർ സിറപ്പ് ചെറിയ ചൂടോടെയാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ചൂടോടെ തന്നെയാണ് ഈ ഒരു ഗുലാബ് ജാമുനും അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത്. നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇതിപ്പോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇട്ട് കൊടുത്തിട്ട് ഒരുപാടായിട്ട് ഇളക്കി അങ്ങ് കളയരുത്. അപ്പോൾ നമ്മൾ അത് പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഇളക്കിയിട്ട് നമ്മൾ അടച്ചു വെച്ചിട്ട് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. അപ്പോഴത്തേക്ക് ഈ ഷുഗർ സിറപ്പ് ഇതിൻ്റെ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങിക്കിട്ടും. അപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തതിന് ശേഷം ഇതുപോലെ ഇട്ട് കൊടുക്കുക. മിനിമം 1 മണിക്കൂറെങ്കിലും ഇത് ഒന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കുക. അപ്പോഴാണ് നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഷുഗർ സിറപ്പൊക്കെ ഇറങ്ങി കിട്ടുക. അതുപോലെ തവിയിട്ട് ഒരുപാട് ഇളക്കരുത്. ഇതുപോലെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇത് ഷുഗർ സിറപ്പൊക്കെ അബ്സോർബ് ചെയ്തിട്ട് കുറച്ചുകൂടെ ഒന്ന് വലുതായിട്ട് വരും. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഗുലാബ് ജാമുനാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു നല്ലൊരു മിൽക്കിൻ്റെ ഒരു ഫ്ലേവർ ഉള്ളതാണ്. അതുപോലെ വീട്ടിലുള്ള റവ വെച്ചിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്, മൈദ വെച്ചിട്ടല്ല. എല്ലാവരും ഈ ഒരു നവരാത്രി അതുപോലെ തന്നെ ദീപാവലിക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അതുപോലെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്